നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെ, അതായത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങൾക്കും ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഒക്കെ തന്നെ കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. തീർച്ചയായും ഇടിമിന്നൽ ഉണ്ട്. കാരണം തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ തന്നെ അല്പസമയം മുൻപ് വരെയും അതിശക്തമായ മഴയും ഇടിമിന്നലുമാണ് ഉണ്ടായിരുന്നത്. അത് ആകാശം കുലുക്കി വിറപ്പിച്ചുകൊണ്ടുള്ള ഇടി തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ അപകടകാരികൾ തന്നെയാണ്. അത് ഇടിയല്ലേ മിന്നലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാതിരിക്കുക. കാരണം പല മരണങ്ങൾ ഇടിമിന്നലേറ്റ ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് കൂടി തുടരുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലയിൽ വെള്ളിയാഴ്ച വരെ യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ സാധാരണത്തെക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. എന്തായാലും ശക്തമായ ചൂടിനോടൊപ്പം തന്നെ മഴയുടെ ശക്തിയും ഉണ്ട് എന്നതിൽ സംശയമില്ല. എന്തായാലും മഴയും അതിശക്തമായി തന്നെയാണ് പെയ്യുന്നത്.